Good morning, everyone. I'm Shruti Suresh. Lord, we thank you for the blessings of education and the opportunities it provides. Help us me to appreciate the knowledge we are gaining and to use it wisely for your glory and the betterment of others. May we always be mindful of your presence and seek your guidance in all our pursuits. Thank you all. Signing and thought of the day പറഞ്ഞോട്ടോ. Thought of the day. Just one small positive thought in the morning can change your whole day. Quote of Dalai Lama. Good morning all. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. 1 minute കേട്ടോ, ഞാൻ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം നോക്കട്ടെ. Signing ആരാണ്? Good morning, everyone. I'm Shruti Suresh. You're all welcome to our today's class. I'm so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. Have a good day. Thank you, ma'am. Thank you. Lovely Maria. Anika. കുറവുണ്ട് മാം. എന്നാലും ഞാൻ കിടന്നാണ് കൂടുന്നത്. ചെറിയൊരു നടുവേദനയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൈയുടെ ഇത്തിരി പ്രശ്നമുണ്ട്. അത് സ്ട്രെയിൻ അധികം ചെയ്താൽ അധികം സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞേക്കണം. സ്ട്രെയിൻ ചെയ്താൽ ഒന്നും കൂടി വീർത്ത് വരും, നീർക്കെട്ട് കൂടും. ഇപ്പോൾ ഇനി വർക്കൊന്നും ചെയ്യണ്ട ലവ്ലി. ക്ലാസ് എന്ത് ചെയ്യാം, കാണാം. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാം. ഞാൻ റെക്കോർഡ് ക്ലാസ് ഒക്കെ കൂടി നികത്തുന്നുണ്ട് ഞാനിത്. പിന്നെ ഒന്നും ചെയ്യണ്ട, എഴുതുന്നത് വേണ്ട നമുക്ക്. ഓക്കെ മാം, താങ്ക് യു മാം. സ്ട്രെയിൻ കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. കുറച്ച് നമുക്ക് നോക്കിയിട്ട് മതി. ഓക്കെ മാം. ഓക്കെ, നമ്മള് എടുത്തോണ്ടിരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറി ആയിരുന്നു അല്ലേ? No, ma'am. Unit 5 start ചെയ്തു. Normalization and deviation start ചെയ്തു. ആണോ? യൂണിറ്റ് 2 എടുത്തോ? ഇല്ല അല്ലേ? യൂണിറ്റ് 5 ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. നോർമലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഓർക്കില്ല. 1 മിനിറ്റ്. പേജ് നമ്പർ 112 ട്ടോ. മാം എടുക്കാനുള്ളത് ലവ് ഓഫ് സൈലൻസ് 113. ലവ് ഓഫ് സൈലൻസ് മുതൽ എടുക്കണം അല്ലെ? നമുക്ക് നോക്കാം എന്താണ് നോർമലൈസേഷൻ. സാധാരണ ഒരു 0 to 6 years വരെയുള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒരു നോർമൽ രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറുന്നത്. മേ ബി ഒരു എന്താ പറയുക, സ്വപ്ന ലോകത്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, ചിലപ്പോ എന്താ പറയാ ലേസി ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ കുട്ടികൾ കാണാറുണ്ട്. നമ്മൾ ഈ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ ഈ മെറ്റീരിയൽസ് ആയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് നമ്മൾ കണ്ടു അല്ലെ? കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ലവ് ഓഫ് സൈലൻസ്, അങ്ങനെ ഒരുപാട് ഡിസ്കവറീസ് ഉണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വരും നമ്മുടെ നോർമലൈസേഷനിലൂടെ, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് ആയിട്ടുള്ള കോണ്ടാക്ടിലൂടെ, അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവരതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ലൈഫിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ലവ് ഓഫ് ഓർഡർ ആണ്.
നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണ് പറഞ്ഞത് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് എൻവയോൺമെന്റ്. അവർക്ക് ആ ചുറ്റുപാടും അവർ വന്നിരിക്കുന്ന ചുറ്റുപാടായിട്ട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളായിരിക്കും. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കായാലും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ മെറ്റീരിയൽസും അത്യാവശ്യം ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളാണ്. സോ ആ ലവ് ഓഫ് ഓർഡർ കുട്ടികളിൽ വരും. അപ്പൊ കുട്ടികൾ തന്നെയായിരിക്കും ഫ്രീ ടു സെലക്ട് ആക്ടിവിറ്റി. അവർക്ക് തന്നെ ആ ഫ്രീഡം ഉണ്ട്, ആക്ടിവിറ്റീസ് ഓരോന്നും സെലക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. സോ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയായിരിക്കും. മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുന്നത് അത് അവിടെ തന്നെ പ്ലേസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? കുട്ടികൾ തന്നെയാണ്. ദെൻ ലവ് ഓഫ് വർക്ക്. വർക്ക് മീൻസ് എനി ആക്ടിവിറ്റി ആകട്ടെ, അവർക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. ഒന്നിനും വേണ്ടിയല്ല, ബട്ട് അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ എന്താ പറയാ ഒരു സ്റ്റിമുലയുടെ ഭാഗമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെ താല്പര്യമായിരിക്കും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വർക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു കാര്യം. നിങ്ങൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് കുട്ടികള് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മെറ്റീരിയൽസ് കാണുമ്പോൾ അവർക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നും അല്ലെ? ഓക്കെ, ആ ഒരു ഇഷ്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് ഈ വർക്ക് മെറ്റീരിയൽസിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. കോൺസെൻട്രേഷൻ. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോൺസെൻട്രേഷൻ. അവർക്ക് ഒരുപാട് നേരം എന്താ പറയാ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസും കോൺസെൻട്രേഷനും ആർക്കുണ്ടാവും? നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. മോണ്ടിസോറി എൻവയോൺമെന്റിന് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വളരെ കുറവാണ് അല്ലെ? ഭയങ്കരമായിട്ട് ഡീവിയേഷൻ ഉണ്ട്. കാരണം മൊബൈൽ ഫോൺ തന്നെ ഫസ്റ്റ് വില്ലനാണ്. മൊബൈൽ ഫോൺ കാരണം ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറവാണ് ആർക്ക്? നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെറ്റീരിയൽസും കാര്യങ്ങൾക്കും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ഈ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളും ഇംപ്രൂവ് ആവും. ദെൻ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവരെന്താണോ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിന്റെ തന്നെ ഒരു മിനിയേച്ചർ, ചെറിയൊരു രൂപമാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ആയാലും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ ഔട്ടർ വേൾഡിന്റെ തന്നെ ഒരു മിനിയേച്ചർ, ചെറിയ രൂപമാണ് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കുട്ടികൾക്ക് എന്താണ് അത് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അവർ റിയൽ ലൈഫും മോണ്ടിസോറി എൻവയോൺമെന്റും സെയിം ആണ്. സോ ആ ഒരു ഡിഫറൻസ് കുട്ടികൾക്ക് ഫീൽ ചെയ്യില്ല. സെയിം ആയിട്ട് തന്നെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. പെട്ടെന്ന് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ലവ് ഓഫ് സൈലൻസ്. നമ്മള് സൈലൻസ് ഗെയിം മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പാർട്ടാണെന്ന് പറഞ്ഞേ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ കുട്ടികള് എല്ലാവരും ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ്. സൈലൻസിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അതിന് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തല്ലേ? എന്തായിരുന്നു എക്സ്പെരിമെന്റ്? ഒരു 4 month ഉള്ള ഒരു കുട്ടീനെ മോണ്ടിസോറി എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും ആ കുട്ടിയുടെ ബ്രീത്ത് പോലെ നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും സൈലന്റ് ആവാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മോണ്ടിസോറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ ആ ഒരു കാര്യം അവർക്ക് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ കാര്യം അവർക്ക് ചെയ്യാനായിട്ട് പറ്റി. അതിന് എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് ഓഫ് സൈലൻസ്. നമ്മളിവിടെ സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്. അപ്പൊ കോൺസെൻട്രേഷന്റെ കാര്യം പറഞ്ഞു. കോൺസെൻട്രേഷന്റെ സമയത്ത് നമുക്ക് പറഞ്ഞു കുട്ടി ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് അവന് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ലവ് ഓഫ് സൈലൻസ് ഉദ്ദേശിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളൊരു മീനിങ് അല്ല വരുന്നത്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്. അവന്റെ മനസ്സ്, അവൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സ് ഒരുപാട് നേരത്തേക്ക് ആ ഒരു വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റും. അതാണ് ഈ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അവനെ ഐസൊലേറ്റ് ചെയ്യുക, അവനെ മാറ്റി നിർത്തല്ല. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളും വേണം. കാരണം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ വരുമ്പോഴായിരിക്കും കുട്ടികൾ കുറച്ചും കൂടി മിങ്കിൾ ആവുന്നതും പിന്നെന്താ പറയാ ഷെയറിങ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികള് ഇപ്പൊ സ്വയം വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരുപാട് നേരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ലവ് ഓഫ് സൈലൻസ്. This does not mean that child like to work in loneliness. ഇതിനർത്ഥം ലവ് ഓഫ് സൈലൻസ് ഉദ്ദേശിക്കുന്നതിനർത്ഥം
കുട്ടികള് എന്താ പറയാ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ബട്ട് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തിരിക്കുന്ന PDF കാണാൻ പറ്റുന്നില്ലേ? This does not mean that the child likes to work in loneliness. കുട്ടികൾ എന്താണ് ഒറ്റയ്ക്ക് ലോൺലിനെസ് അല്ലെങ്കിൽ തനിച്ചിരിക്കണം അങ്ങനെ ഒരു മീനിങ് അല്ല ഇവിടെ വരുന്നത്. ബട്ട് റാദർ ദാൻ in that psychological isolation mentioned above, which is result of concentration. കോൺസെൻട്രേഷന്റെ ഭാഗമായിട്ട് അവർക്ക് സൈക്കോളജിക്കൽ ഐസൊലേഷൻ, അവരുടെ മനസ്സിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. മറ്റു ചുറ്റും ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ആ ഡിസ്റ്റർബൻസിലേക്കൊന്നും അത് വരാതെ അവന്റെ മനസ്സിനെ അവർക്ക് ഒരുപാട് നേരം അവൻ ചെയ്യുന്ന വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വരും. ഇതാണ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഉണ്ടോ സൈക്കോളജിക്കൽ ഐസൊലേഷൻ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി നേരം ഡിസ്റ്റർബൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻക്ലൂഡിങ് മീറ്റാ, എനിക്കടക്കം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ. പിന്നെയും ഞാൻ പഠിക്കണം, എക്സാം ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്ന അറിയാവോ, സൈലന്റ് ആക്കിയിട്ട് ഞാൻ ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ മുകളിൽ പോയിരുന്നു പഠിക്കും. കാരണം എന്തായാലും മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വന്നാൽ മതി, തീർന്നു. അത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ഇത് ഞാൻ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, പഠിക്കാനായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ വന്നിട്ട് നോക്കും ഫോണിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ. അതേപോലെ തന്നെ പണ്ട് പഠിച്ചിരുന്ന സമയത്തും ഞാൻ നെറ്റ് റീചാർജ് ചെയ്യൂല. നമ്മള് ഡിസ്റ്റർബൻസ് ആവുമല്ലോ, പണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, ഞങ്ങൾക്ക് നെറ്റ് ചാർജ് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും. ഇന്ന് അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് നെറ്റ് ആവശ്യമാണ് കേട്ടോ. ഒരു മെസ്സേജ് നമ്മൾ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. എന്നാലും ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. ഒത്തിരി നേരം നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇന്നിപ്പോ പക്ഷെ നമ്മളിപ്പോ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? ഇപ്പൊ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ഫാമിലിയുടെ ഒപ്പം പണ്ട് നമ്മളുടെ പാരന്റ്സ് നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്ത പോലെ നമുക്ക് നമ്മുടെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളെല്ലാവരും ഫോണിലാണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഫോൺ അങ്ങനെ അത്രയും നമ്മളും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും ദോഷകരമായിട്ട് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതിന്റെ ഫോണിന്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കാം, എന്റെ ഫോൺ യൂസേജ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞതോളൂ. അറ്റ് അതർ ടൈംസ് വെൻ TV റീചാർജ് ചെയ്യില്ല. ഓക്കെ, TV റീചാർജ് ഓക്കെ ഇടാം. അങ്ങനെയും ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് 10th പഠിക്കുമ്പോൾ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓർമ്മയിലുണ്ട്. അന്ന് കേബിളായിരുന്നു ഏഷ്യാനെറ്റിന്റെ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അറ്റ് അതർ ടൈംസ് when the aim of the work is more conscious and external children frequently work together in automatically formed groups. നമ്മള് മറ്റു സമയങ്ങളിൽ കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കുകളിലാണല്ലോ അവർക്ക് സൈക്കോളജിക്കൽ ഐസൊലേഷനും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ടത്. അല്ലാതെ നമ്മൾ ഗ്രൂപ്പ് വർക്ക് ചെയ്യും അല്ലെ, ആ സമയത്ത് നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഫോം ചെയ്ത് ഗ്രൂപ്പ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളത് കംപ്ലീറ്റ്ലി അവരുടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് അറിയില്ലെങ്കിൽ അത് അവരെ ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഒക്കെ ചെയ്യും. ഓക്കെ, ലവ് ഓഫ് സൈലൻസ് ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും വായിച്ചോ? ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ മരിയം മോണ്ടിസോറിന്റെ ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ലവ് ഓഫ് വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർമ്മയുണ്ട് ലവ് ഓഫ് വർക്ക് എന്ന് വെച്ചാല് മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറെ ഗിഫ്റ്റ്, എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് എന്ത് ചെയ്തു, മോണ്ടിസോറിക്ക് കൊടുത്തു. മോണ്ടിസോറി എന്ത് ചെയ്തു, ഈ മെറ്റീരിയൽസ് വെക്കുന്ന സ്ഥലത്ത് തന്നെ ഗിഫ്റ്റും വെച്ചു.
കുട്ടികൾ ഏതാ സെലക്ട് ചെയ്തത്? മെറ്റീരിയൽസ് ടോയ്സ് വേണ്ട. ടോയ്സ് വേണ്ട, മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. അത് അവര് ആ ഉള്ളിൽ നിന്ന് വന്നൊരു പ്രേരണയുടെ ഫലമായിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തത്. നമ്മുടെ മെറ്റീരിയൽസിനോട് കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇന്റൻസ് ലവ് ഉണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരു ഇന്റൻസ് ലവ് കുട്ടികൾക്ക് ഉണ്ട്. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്ട്രിക്ട്. പൊസസീവ് എന്ന് വെച്ചാല് കൈവശമുള്ള, ഇൻസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഇൻബിൽഡെന്നോ ഇൻഹെറിറ്റെന്നോ അങ്ങനെ ആ ഒരു മീനിങ് വരെ ഇൻബിൽഡ് എന്നായാൽ മതി കേട്ടോ. ഇൻബിൽഡ് ഉള്ളിൽ നിന്നുള്ള പ്രേരണയുടെ ഫലമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിനോടുള്ള ഈ ഇഷ്ടവും കാര്യങ്ങളും. The mood of normalized children to prepared environment and to all enhancing occupation contain it is that of intense love, not cruelty. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്കൂളുകളിൽ എന്താ പറയാ, കുട്ടികൾ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവർ പഠിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ അല്ലെങ്കിൽ ക്ലാസ് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, എഫേർട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് അങ്ങനെ നമ്മൾ പഠിക്കുക, സ്കോർ ചെയ്യുക, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നോർമൽ സ്കൂളിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് ആ മെറ്റീരിയൽസിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ആ ഇന്റൻസ് ലവ് കാരണമാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ നോർമലൈസ് ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും കൊണ്ടാണ്. It is true that first flush of their enthusiasm, children may wish to take the material home with them, but only for use. നോക്കി ആദ്യം നമ്മൾ മെറ്റീരിയൽസ് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന്? ഒരാളെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ആരും വന്നില്ലേ? ഞാൻ വന്നു മാം. സിൻസി ഓക്കെ, അത്രയും പേര് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പില്ലേ നിങ്ങൾ ആദ്യം ആ മെറ്റീരിയൽ കണ്ടപ്പോ ഏതെങ്കിലും മെറ്റീരിയൽസ് ഇഷ്ടമായിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാം അല്ലെങ്കിൽ അതേപോലത്തെ വീട്ടിൽ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നിയോ? ഏതെങ്കിലും മെറ്റീരിയൽ? എനിക്ക് മറ്റേ സ്റ്റെയർ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രൗൺ സ്റ്റെയർ ഇല്ലേ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമായി. അതൊന്ന് കൊണ്ടുപോയാന്ന്. വേറെ ആർക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഒന്നും ഇഷ്ടായില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾക്ക് തോന്നിയില്ല ആ മെറ്റീരിയൽസ് വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ നമ്മളുടെ മൈൻഡിലേക്ക് ആ ചിന്ത വന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുഞ്ഞു കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് എന്തോരം ഇഷ്ടമായിരിക്കും ആ മെറ്റീരിയൽ. ഇപ്പൊ ബ്രൗൺ സ്റ്റെയറിന്റെ കാര്യം പറഞ്ഞു, കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവ്, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കളറാണല്ലേ അല്ലെ, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള. നമുക്ക് കുട്ടികൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെ പിങ്ക് ടവർ നമ്മൾ വിചാരിക്കും പെൺകുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ആ പിങ്ക് ടവറിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്കത് ഭയങ്കരമായിട്ട് ചെയ്യാനും റിപ്പീറ്റ് ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു കുട്ടി നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ആദ്യം വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽസ് എനിക്ക് വേണം, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോ ആദ്യം അവരത് കൊണ്ടുപോകും, ചിലപ്പോ നമ്മളറിയാതെ നൈസായിട്ട് അവരെന്ത് ചെയ്യും, അത് വീട്ടിൽ കൊണ്ടുപോകും. പിന്നീട് അവർ റിപ്പീറ്റ്ലി കാണാണ്, അവർ എല്ലാ ദിവസവും വരുമ്പോൾ കാണാണ് ഈ മെറ്റീരിയൽസ് ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇവിടെ തന്നെ കുട്ടികളെ തിരിച്ചു വെക്കുന്നു, എല്ലാ കുട്ടികൾക്കും അത് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് മുതൽ അവരിലെ ഈ ചിന്തയൊക്കെ മാറി അവർ നല്ല നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. അപ്പോ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിൽ ചിലപ്പോൾ നമുക്കത് വേണം, വാശിയൊക്കെ പിടിക്കും കുട്ടികൾ, ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കരയും, അതൊക്കെ നോർമലാണ്. പിന്നീട് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും, ഇതൊന്നും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല, എന്നെ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ മറ്റു കുട്ടികൾക്കും ചെയ്യാനായിട്ട് ഉള്ള മെറ്റീരിയൽസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുമ്പോൾ മുതൽ കുട്ടികൾ ആരായിട്ട് മാറും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. The reason why a normalized child has this defect of always waiting to post things is because has sublimated his interest in them. Suppose ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ എനിക്കൊരു മെറ്റീരിയൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ടവർ, ഞാൻ കുഞ്ഞു കുട്ടിയാണെന്ന് വിചാരിക്കുന്നത്, എനിക്ക് പിങ്ക് ടവർ ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്
വേറൊരു കുട്ടി ആ പിങ്ക് ടവർ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഞാൻ നോർമലൈസ്ഡ് ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നല്ല പേഷ്യൻസോട് കൂടി എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അതിനുശേഷം അവനത് കംപ്ലീറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ അതിന്റെ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴായിരിക്കും ഞാൻ അത് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് കുട്ടികളിൽ ചെറുപ്പം മുതലേ പേഷ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാത്തൊരു പ്രശ്നമാണല്ലേ ക്ഷമയുണ്ടോ? ഇന്ന് ഉണ്ടോ? ഇല്ലാലോ, No, ma'am. കുറവല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ആക്ടിവിറ്റിയാണ്. കാരണം എല്ലായിടത്തും ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എപ്പോഴും 2 സെറ്റ് മെറ്റീരിയൽ ഉണ്ടാവണമെന്നില്ല. അപ്പോ നമുക്കറിയാലോ മോണ്ടിസോറി മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള ടേൺ വരുന്നത് വരെ കുട്ടികൾ നല്ല കാമായിട്ട് നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യും. അവന്റെ ടേൺ ആവുമ്പോഴായിരിക്കും അവനത് സെലക്ട് ചെയ്യും, അവനത് വർക്ക് ചെയ്യും തുടങ്ങുന്നത്. അപ്പൊ അത്രയും നേരം അവർക്ക് പേഷ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് ഈ ഒരു പേഷ്യൻസ് ഫുൾ അവരുടെ ലൈഫ് ലോങ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വ്യക്തികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുഞ്ഞു കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പറയുന്നെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടായിരിക്കും അത് അവർക്ക് എഫക്റ്റ് ആവുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, എല്ലാവരും റെഡി ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. നമ്മുടെ കുട്ടികളില്ലേ ടോയ്സ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് വാശിയൊക്കെ പിടിച്ച് കരയാറുണ്ട് അല്ലെ. ഇന്ന ടോയ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയും. പക്ഷേ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ഒരു പ്രത്യേകതയാണ് അവരൊന്നും ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിക്കില്ല. അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ ബേസിൽ അവരൊന്നും എന്ത് ചെയ്യില്ല, സെലക്ട് ചെയ്യില്ല. ബട്ട് റിയൽ ചോയ്സ് ആയിരിക്കും അവർ ചെയ്യുന്നത്. റിയൽ ആയിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. നമ്മൾ കിൻഡർ ജോയ് മിഠായി കുട്ടികൾ കഴിക്കാറുണ്ടോ? ഓക്കെ, ഈ കിൻഡർ ജോയുടെ മിഠായി വാങ്ങിക്കുന്നു, ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, ആ ചോക്ലേറ്റ് അവർക്ക് വേണ്ട അല്ലേ? അതെ, എന്റെ മോൻ കിൻഡർ ജോയ് മേടിക്കണത് ടോയ് കിട്ടാൻ വേണ്ടിയാണ്. ചോക്ലേറ്റ് എനിക്ക് തരും, ടോയ് അവന്. എന്റെ മോള് അതെ കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല, പക്ഷെ എന്താ പറയാ ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോ അവർക്ക് ആ ടോയ് മാത്രം മതി. ചോക്ലേറ്റ് അവർക്ക് ഇഷ്ടേ അല്ല. അതിന് 50 റുപ്പീസ് ആ 2 ചോക്ലേറ്റിന്, ആ ഒരു ചോക്ലേറ്റിന് അത്രയും 50 റുപ്പീസ് കൊടുക്കാനായിട്ട് ഭയങ്കര കഷ്ടമാണ് അല്ലെ. അപ്പൊ ആ ഒരു കമ്പനി ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് കുട്ടികളിൽ ഈ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ അറിയാം അവർക്ക് എന്തായിരിക്കും ആ ഗിഫ്റ്റ്, കുട്ടികൾ കുറച്ചുകൂടി ക്യൂരിയസ് ആണ്. അത് മുതലെടുത്തുകൊണ്ടാണ് ആ ഒരു കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചോക്ലേറ്റ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അവരുടെ റിയൽ ചോയ്സ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയാ റിയൽ ആയിട്ട് അവർ സെലക്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അവർക്ക് എന്താണോ വേണ്ടത് എന്ന് അവർ കറക്റ്റ് ആയിട്ട് അത് സെലക്ട് ചെയ്യും. സാധാരണ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന സമയത്ത് മോളും കൊണ്ട് പോകുമ്പോ അവള് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ പറയുള്ളൂ, കളിപ്പാട്ടം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമല്ലോ. ചിലപ്പോ പറയും അപ്പൊ ഇന്നത് വേണം എന്നൊക്കെ പറയും. നമ്മള് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഒരു പ്രാവശ്യം ഇതേപോലെ അവള് ആൽഫബെറ്റ്സ്, ഞാൻ പറഞ്ഞില്ലേ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് ഞാൻ അവളെ ആൽഫബെറ്റ്സ് എഴുതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇടയ്ക്കാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് അവൾ തന്നെ ആൽഫബെറ്റ്സ് എഴുതി തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ അവള് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇന്നത് വേണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. കാരണം പെട്ടെന്ന് അവള് പറയില്ല, കുറച്ച് ഉള്ളു വെളിഞ്ഞ ഒരു പ്രകൃതാണ് ആള്. ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം എന്റെ ഹസ്ബൻഡിനെ പോലെ കുറച്ചുകൂടി പറയില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പതുക്കെ പറയുള്ളൂ, മറ്റാരും കേൾക്കാതെ എന്നോട് പറയണം അത് വേണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ അവള് പറഞ്ഞിരിക്കുന്ന ടോയ് അല്ല. പക്ഷെ ആൽഫബറ്റ്സിന്റെ ബ്ലോക്കുകൾ ഉണ്ടല്ലോ ഇപ്പൊ, നിങ്ങൾക്ക് ആൽഫബറ്റ്സിന്റെ ബ്ലോക്കുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്ലോക്സ് ഇല്ലേ, വാങ്ങിക്കാൻ കിട്ടുമല്ലോ. കണ്ടിട്ടുണ്ട് അത്? നമ്മളിങ്ങനെ ടോയ്സിന്റെ ഒക്കെ കടയിൽ ആൽഫബറ്റ്സിന്റെ ബ്ലോക്കുകൾ ഉണ്ട്. നമ്മളത് അറേഞ്ച് ചെയ്യാൻ പറ്റും, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല കളറിൽ വരുന്നത്. ഇതുപോലത്തെയാണോ? അല്ലല്ല, അത് ഓൺലൈൻ വാങ്ങിച്ചല്ലേടാ. അതുണ്ട്. ഇതല്ല, ബ്ലോക്സ് പോലത്തെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോവും. ഓക്കെ. പസില് പോലെ വല്ലതാണോ മാം? പടമൊക്കെ വന്നിട്ട് അല്ലല്ലടാ, പസിൽസ്. അല്ലല്ല. അത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റുന്നത് ഇങ്ങനെ ബ്ലോക്ക് പോലെ ആയിരിക്കും. ഒരു ഇത്രയും വലുപ്പമുള്ള 4-5 ഷീറ്റ് പോലെ ഇരിക്കും. നമുക്കത് മാറ്റാൻ പറ്റും. ഇപ്പൊ എന്ന് മാറ്റാൻ പറ്റും, ബി മാറ്റാൻ പറ്റും, സി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ടോയ് ഉണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അവളത് അത് അവളത് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അതിന് അത്യാവശ്യം പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു വാങ്ങിച്ചോ, കുഴപ്പമില്ല. കാരണം എന്താണ്, അവള് ബാക്കി അവിടെ ചുറ്റും ഒരുപാട് ടോയ്സ് ഉണ്ട്. കാരണം കിച്ചൺ സെറ്റ് അങ്ങനെ അതേപോലെ ഒരുപാട് ടോയ്സും ഒരുപാട് സംഭവമുണ്ട്. അതിൽ നിന്ന് അവളത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾ എന്താ റിയൽ ആയിട്ട് അവള് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. അവള് ഇപ്പോഴും ആ ടോയ് കുറച്ച് നാളായി, എനിക്ക് തോന്നുന്നു 6 മന്ത്സിന് കൂടുതലായിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട്. പക്ഷെ അത് ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. കാരണം അത് ഒരു കവറിലാക്കിയിട്ട് അവൾ തന്നെ ഇടയ്ക്ക് അറേഞ്ച് ചെയ്യുന്നു. ഷീറ്റ് അങ്ങനെ വീണ്ടും അവൾ തന്നെ വീണ്ടും എടുത്ത് വെക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവൾ തന്നെ സ്വയമേ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് അവളും റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ടോയ്സ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലായിരുന്നു. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്, നോർമലി അങ്ങനെയാണ്. അപ്പൊ സാധാരണ വാങ്ങിച്ചു ടോയ്സ് ഒന്നും ഞാൻ ആദ്യം വാങ്ങിച്ചു കൊടുക്കാത്തതാണ്. അപ്പൊ ഇതിങ്ങനെ സെലക്ട് ചെയ്തപ്പോ എനിക്ക് തോന്നി കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇത് വാങ്ങിച്ചു കൊടുത്തേക്കാം. റിയൽ ആയിട്ട് അവൾ സെലക്ട് ചെയ്തതല്ലേ, അപ്പൊ നമ്മളിത് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ കുട്ടികള് നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നതിന് ശേഷം നോർമലൈസ്ഡ് ആകുമ്പോൾ അവര് റിയൽ ചോയ്സ് സെലക്ട് ചെയ്യും. നോട്ട് ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല അവർ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത്. ആ കിൻഡർ ജോയ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കുമ്പോൾ കുട്ടിക്ക് കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, വാങ്ങിച്ചു കൊടുക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യാം. അവള് വാശി പിടിക്കുമായിരുന്നു മുമ്പ്. ആദ്യമൊക്കെ കിൻഡർ ജോയ് വേണമെന്നൊക്കെ പറയും, ചോക്ലേറ്റ് വേണമെന്ന് പറയും. പക്ഷെ വാങ്ങിച്ചു കൊടുക്കൂല. അത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണത്. ആ ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തരും. കഴിക്കില്ല. ചോക്ലേറ്റ് കഴിക്കാനാണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ഇത് ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തത് വാങ്ങിക്കുന്നു, ടോയ് നോക്കുന്നു. ടോയ് നോക്കി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് ഹോൾഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവളത് കളയും. മനസ്സിലായോ? അപ്പൊ നമ്മൾ കുട്ടികൾക്ക് റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. നോട്ട് ക്യൂരിയോസിറ്റി. ഒന്നും ക്യൂരിയോസിറ്റിയുടെ ബേസിൽ അവരെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്യൂരിയോസിറ്റി ആണോ റിയൽ ചോയ്സ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. നല്ലതാ. സാധാരണ അത്യാവശ്യം സ്ത്രീകളെല്ലാവരും എന്നെപ്പോലെ കൃഷികളാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി ഒബീഡിയന്റ് ആണ്. ദീസ് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് അവർ റിമാർക്കബിളി ഒബീഡിയന്റ്. നമ്മൾ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഫോഴ്സ്ഡ് ആയിട്ട് ഒബീഡിയൻസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അനുസരണ, അല്ലെങ്കിൽ അവരെ കൊണ്ട് അനുസരിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ CBSE സ്കൂൾ കണ്ടിട്ടുണ്ടോ? സാധാരണ CBSE സ്കൂള് അവിടെ അവര് ഭയങ്കര അനുസരണയാണോ, ഭയങ്കരമായിട്ട് അനുസരണയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ പറവൂരാണ്. അവിടെ മലയാളം സംസാരിക്കാൻ പാടില്ല. മലയാളത്തിന്റെ സമയത്ത് മാത്രം, മലയാളം എന്ന് പറയുന്ന പീരീഡ്സ് മാത്രമേ എന്ത് സംസാരിക്കാൻ പാടുള്ളൂ, മലയാളം സംസാരിക്കാൻ പാടുള്ളൂ. ഇൻഫന്റ് ജീസസിലാണോ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? സോറി. ഇല്ല, ഞാൻ പറഞ്ഞെന്നുള്ളു. ഇൻഫന്റ് ജീസസ് തന്നെയാണ്. അവര് പറയുന്ന കുട്ടികള് മലയാളം സംസാരിക്കുമ്പോ ആദ്യമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, സംസാരിപ്പിക്കില്ലായിരുന്നു. ഫൈനൊക്കെ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ലവലിയുടെ കുട്ടികൾ അവിടെ പഠിച്ചേ? ഇല്ല മാം. ഓക്കെ. ആദ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബാക്കി ഏകദേശം സ്കൂളുകളും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. പിന്നെയും വരുന്ന സ്ട്രിക്ട്നെസ് ഹോളി ഗ്രേസിലൊക്കെ അങ്ങനെയാ.
സ്ട്രിക്റ്റ്. സ്കൂളില് സംസാരിച്ച ഫൈനൊക്കെ എടുക്കുന്ന സ്കൂളൊക്കെ ഉണ്ട്. അതെ, അങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ അത്യാവശ്യം മാം എന്റെ മോളുടെ സ്കൂളിൽ അങ്ങനെയാ, ഫൈനൊക്കെ വാങ്ങും. ഇംഗ്ലീഷ് പറ്റും, മലയാളം സംസാരിക്കാൻ പാടില്ല. അത് ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആണ്. ഓക്കെ, അതെന്താണ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ്. നമ്മൾ നിർബന്ധിച്ച് അവർ അനുസരണ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, എൻറ്റയർ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവര് റിമാർക്കബിളി ഒബീഡിയന്റ് ആയിട്ട് മാറും. അവർ ഓട്ടോമാറ്റിക്കലി അനുസരണമുള്ള നല്ല കുട്ടികളായിട്ട് തന്നെ മാറും. അപ്പൊ നമ്മള് സ്ട്രിക്റ്റ് ഒബീഡിയൻസ് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ കുട്ടികൾ അഡ്ജസ്റ്റ് ആവും, ആ ഒരു ഒബീഡിയൻസിനനുസരിച്ച് പോകും, അനുസരണയോട് കൂടി പോകും. പിന്നെ അവർ വളരുന്നതനുസരിച്ച് ഈ ഒബീഡിയൻസ് കൂടി കൂടി വരും അല്ലെ. ഒരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒബീഡിയൻസ്. നമ്മൾ ഒട്ടും അനുസരണ ഇല്ലാതെ നമ്മൾ പറയില്ലേ, കുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങുന്ന ഏജാണ്. ടീനേജിലേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടികൾ ഒട്ടും എന്താ പറയാ, ഒട്ടും അനുസരണ ഇല്ലാത്തവരായിട്ട് മാറും. നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഒബീഡിയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ. Through work, children endure the various stages in the development of will. അവരുടെ എന്താ പറയാ, അവരുടെ മനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ. ഈ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റില് നമ്മള് മെറ്റീരിയൽസ് ചിലത് നോക്കുമ്പോ നോബിൾ സിലിണ്ടർ നിങ്ങൾ കണ്ടോ? ഈ നോബിൾ ടൈപ്പ് സിലിണ്ടർ നമ്മൾ അത് എടുക്കുന്നു, അത് വെക്കുന്നു, നോബിൾ. അപ്പൊ ഇവർക്ക് ഇവിടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് ഇമ്പ്രൂവ് ആവുന്നത് അല്ലെ. ചെറിയ ഈ മസിൽസിന്റെ ഡെവലപ്മെന്റാണ് വരുന്നത്. സോ കുട്ടികൾക്ക് പിന്നീടായാലും കയ്യിൽ പെൻ പിടിച്ച് എഴുതാനായിട്ട് പറ്റും, നല്ല സ്മൂത്ത് ഒക്കെ ആയിട്ട് പെൻ യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനൊക്കെ പറ്റും. അപ്പൊ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും അവർക്ക് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ നമ്മള് ഈ ബ്രൗൺ സ്റ്റെയറും കാര്യങ്ങളും അത്യാവശ്യം ലാർജ് ആണ് അല്ലെ, അത്യാവശ്യം വലിപ്പമൊക്കെ അല്ലേ. അപ്പൊ ലാർജ് തിങ്സ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ ആ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ആവുന്നു. പിന്നെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ തമ്മിലൊരു സോഷ്യൽ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു. കുട്ടികളിൽ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. പിന്നെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ അവര് കോൺസെൻട്രേഷൻ പേഷ്യൻസും കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്സ് നമുക്ക് എവിടെ സംഭവിക്കുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് നോട്ട് ക്യൂരിയോസിറ്റി. ഒബീഡിയൻസ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഫ്രീഡം അല്ലെ. നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവർക്ക് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാനും വർക്ക് ചെയ്യാനും പിന്നെ അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് നോർമൽ സ്കൂളിൽ ഒബ്സർവ് ചെയ്ത് നോക്കിയേ, അവർക്ക് ആ സീറ്റിൽ നിന്നൊന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും ആരുടെ പെർമിഷൻ വേണം? ടീച്ചറിന്റെ പെർമിഷൻ വേണം അല്ലെ.
അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ അവർക്ക് ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യണം. എന്നിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സംസാരിക്കാനായിട്ട് പാടുള്ളൂ. അവിടെ എന്തില്ല, ഇൻഡിപെൻഡൻസ് ഓഫ് ഫ്രീഡമോ കുട്ടികൾക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ ഭാഗ്യമുള്ളവരാ. കാരണം എന്താണ്, അവർക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുത്താണ് അവരെ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്. ആ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് അവർക്കിപ്പോ. മെറ്റീരിയൽസ്, ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണമെന്ന് അവർക്ക് ഇഷ്ടത്തിനുള്ള അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. എവിടെ പ്ലേസ് ആവണം, എവിടെ ഇരിക്കണം എന്നുള്ളത് അവർക്ക് ഇഷ്ടത്തിന് ഇരിക്കാം. ഇനി അവർക്ക് മൂവ് ചെയ്യണം, ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ വരാന്തകൾ ഉണ്ടാവും, വരാന്തകളിലൂടെ അവർക്ക് നടക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോണ്ടിസോറി സ്കൂളുകളുടെ പ്രത്യേകതയാണ് ഗാർഡൻ ഉണ്ടാവും. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുണ്ടാവും. കുട്ടികൾക്ക് കുറച്ച് ടൈം വേണമെങ്കിൽ പോയി ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന കുറച്ച് പ്രിവിലേജ് ആണ് കേട്ടോ. നോക്കാം. The whole aim of Montessori method contain, amongst other things, that child gather as much independence as it is possible for him to acquire at each stages of development. നമ്മൾ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്ത് വളർത്താം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ കുറച്ച് ഫ്രീഡം കൊടുത്ത് വളർത്താം. ഒട്ടും ഫ്രീഡം കൊടുക്കാതെ വളർത്തുന്നത്, ഫ്രീഡം കൊടുത്ത് വളർത്തുന്നത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ അത്യാവശ്യം ഫ്രീഡം കൊടുത്ത് വളർത്താണെങ്കിൽ, നമ്മൾ നോർമലായിട്ട് ഫ്രീഡം ഒക്കെ കൊടുത്താണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, വളർത്തുന്നെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയും. അത്യാവശ്യം നമ്മളോട് കുറച്ചുകൂടി ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഒട്ടും ഫ്രീഡം കൊടുക്കാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ അവർ നമ്മളോട് ചിലപ്പോൾ അവരുടെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളോട് തുറന്നു പറയില്ല. നമ്മളോടുള്ള ഭയമോ കാരണം കൊണ്ടായിരിക്കാം അവർ തുറന്നു പറയുന്നത്. ദാറ്റ് മേ ബി അവരുടെ ലൈഫിന് തന്നെ അതൊരു റിസ്ക് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുക. അവരുടെ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ പറയാനുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് തന്നെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ഇൻവോൾവ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം. The distress must always follow the limit of her intervention. കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലെ, അവര് എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട്. സോ നമ്മൾ ആ ഒരു ഫ്രീഡം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഓരോ കാര്യങ്ങളും ചെയ്ത് ശീലിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ആ ഒരു ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുക. ഇനി നമ്മൾ ഒന്നും ചെയ്യിക്കാതെ അല്ലെങ്കിൽ പുറത്തൊന്നും വിടാതെ നമ്മുടെ വീട്ടില് ഒരു കിളിനെ ഒരു അടച്ചിട്ട കിളിനേക്കാളും കൂടുതൽ ലോകം കാണുന്നത് പറന്ന് നടക്കുന്ന കിളികളാണല്ലേ, അല്ലെ? അപ്പോ അതേപോലെ നമ്മള് നമ്മുടെ കുട്ടികളെ അത്യാവശ്യം നല്ല ഫ്രീഡം അത്യാവശ്യം കൊടുത്ത് തന്നെ വളർത്താം. കാരണം ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ പറയും അല്ലെ, നമ്മൾ ഒരുപാട് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികള് എന്താ പറയാ, വഴിതെറ്റി പോകും, മോശമായി പോകും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവര് നമ്മൾ പറയുന്ന പോലെ അവര് ആ കൊടുക്കുന്ന ഫ്രീഡം നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഈ ഫ്രീഡം ഒട്ടും കൊടുക്കാതെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രഷറിൽ അത്രയും കെയറിൽ വളർത്തുന്ന കുട്ടികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയാ മോശം രീതിയിലേക്കൊക്കെ പോകുന്നത് കൂടുതലായിട്ടും. കാരണം അവര് ആക്ട് ചെയ്യാണ്, അവരൊക്കെ നല്ല കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ആക്ടിങ് ആയിരിക്കും കൂടുതലായിട്ട്. ബട്ട് ദേ ആർ നോട്ട് എന്താ പറയാ അത്രയും നല്ല കുട്ടികളായിരിക്കില്ല. നമ്മൾ ഇൻഡിപെൻഡൻസ് കൊടുത്ത് തന്നെ കുട്ടികളെ വളർത്താം. ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കോമ്പറ്റീഷൻ ഇല്ല. കംപ്ലീഷൻ, നമ്മള് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ലാത്തൊരു കാര്യമാണ് അല്ലെ. നോർമലൈസ്ഡ് ചിൽഡ്രൻസ് അല്ലെങ്കിൽ നമ്മള് മ്യൂച്വൽ എയ്ഡ് ആണ്. നാച്ചുറലി ടേക്ക് പ്ലേസ് ദ പ്ലേസ് ഓഫ് കംപ്ലീഷൻ ആണ് എഴുതിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ ആക്കാം, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓർ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കംപ്ലീഷനോ അല്ല നമ്മളിവിടെ നോക്കുന്നത്. അതിന്റെ എൻഡ് റിസൾട്ട് അല്ല നമ്മൾ നോക്കുന്നത്. അവിടെ പരസ്പരം സഹായവും കാര്യങ്ങളും. ഇപ്പൊ എന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫ്രണ്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവനെയും കൂടി ഹെൽപ്പ് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ട് അവനെയും കൂടി ഹെൽപ്പ് ചെയ്യും. These children are always helping one another. പരസ്പരം നല്ല സഹായമുള്ള കുട്ടികളായിരിക്കും നമ്മുടെ നോർമലൈസ്ഡ് ചിൽഡ്രൻസ്. അതേപോലെ തന്നെ ദ ഓൾഡർ ആൻഡ് മോർ അഡ്വാൻസ്, നമുക്കറിയാലോ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരുമിച്ചായിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്നത്. സോ മോർ അഡ്വാൻസ്ഡും ഓൾഡർ വൺസും ഉണ്ടല്ലോ, ഷോ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ദ യങ്ങർ വൺസ്. അവരെക്കാളും ചെറിയ കുട്ടികളുടെ പ്രോഗ്രസ്സിൽ ആര് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഈ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾഡർ വൺസ് എന്ത് ചെയ്യും, കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളത് റിയലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ മ്യൂച്വൽ ഹെൽപ്പ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ കംപ്ലീഷൻ ഓർ കോമ്പറ്റീഷൻ എന്ന് നോട്ട് ചെയ്തോട്ടാ.
കോമ്പറ്റീഷനോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ കുട്ടികള് ഒരു പരസ്പര സഹായം ചെയ്യുന്ന മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. പരസ്പര സഹായത്തിലൂടെ ആയിരിക്കും അവർ ലേൺ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരുമിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡിഫറെന്റ് ഏജിലെ കുട്ടികൾ വരുമ്പോൾ അവർ തമ്മിൽ എന്താണ് മോർ അഡ്വാൻസ്ഡ് വൺസ്, ഇപ്പൊ ഓൾഡർ വൺസ് മുതിർന്ന കുട്ടികൾ അവരെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അവരുടെ വർക്കിലും കാര്യങ്ങളിലൊക്കെ യങ്ങർ വൺസിന് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾഡർ വൺസ് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാൽ ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പിന്നീട് വരുന്ന കുട്ടികളെ യങ്ങർ വൺസിന് അവര് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവര് എന്ത് ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ 2 പോയിന്റ്? ഒന്ന് റീഡ് ചെയ്ത് നോക്കി. കേട്ടോ. റീഡ് ചെയ്തല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒബീഡിയൻസ് എന്ന് പറഞ്ഞു, അനുസരണം. ഒബീഡിയൻസും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല, ഒബീഡിയൻസ് പോലെ തന്നെയാണ് നമ്മളിവിടെ സ്ട്രിക്റ്റ് ആയിട്ടല്ല എന്ത് ഡിസിപ്ലിനും ഫോളോ ചെയ്യിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിലൂടെ കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാണ്. നമുക്കത് റിയലി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറണം. അവർക്ക് അറിയാം അവരുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഇങ്ങനെയാണ്, അവര് ഭയങ്കര സൈലന്റ് നല്ല ഡിസിപ്ലിൻ ആയിട്ട് തന്നെയാണ് ഇവിടേക്ക് വരണേന്നുള്ളത്. ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയാം. സ്കൂളില് സാധാരണ ICSE സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ്. അവിടെ മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. മോണ്ടിസോറി സ്കൂളല്ല, മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. ഈ KG സെഷനിലെ കുട്ടികൾക്ക് ലാസ്റ്റ് 2 hours ഈ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സാധാരണ സമയത്ത് KG കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LKG UKG കുട്ടികൾ ഭയങ്കര വികൃതികളാണ്, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഒരു അത്യാവശ്യം ആ ഒരു പ്രീകേജിന് വന്നിട്ടേ ഉള്ളൂ, അത്രയും കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഭയങ്കര കുറുമ്പന്മാരൊക്കെയാണ്. പക്ഷേ ഇവർ ഈ നോർമൽ ക്ലാസ് റൂമിൽ നിന്ന്, അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ മുതൽ സൈലന്റ് ആയിരിക്കും, ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ക്യൂ ആയിട്ട് കറക്റ്റ് ആയിട്ട് പോകും. അസംബ്ലിക്ക് പോകുമ്പോൾ പോലും ഇത്രയും നിശബ്ദമായിട്ട് അവർ പോവാറില്ല. അസംബ്ലിക്ക് പോകുമ്പോഴും ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ടാണ് പോണത്. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സൈലന്റ് ആയിട്ട് നല്ല ക്യൂ ആയിട്ട് അവർ കറക്റ്റ് ആയിട്ട് ക്ലാസ് റൂമിലേക്ക് വരും. അവിടെ ചെല്ലുന്നു, വർക്ക് ചെയ്യുന്നു. ആ സമയത്തൊന്നും സംസാരിക്കുന്നില്ല, ഫ്രണ്ട്സ് ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. ചിലപ്പോ വർക്ക് ചെയ്യാലോ എന്നുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അവര് ഭയങ്കര നിശബ്ദമായിരിക്കും. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നു, വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്ത് അവർ തിരിച്ചു പോകുന്നു. തിരിച്ച് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പഴയ കുട്ടികളായിട്ടാവും. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് മാത്രം വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചർമാര് ചോദിച്ചു, എപ്പോ ഈ കുട്ടികളെയും എന്താ പറയാ അസംബ്ലിക്ക് കൊണ്ടുപോയാലും എന്തൊരു പ്രോഗ്രാമിന് നിർത്തിയാലും കലക്കില ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ അവര് സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ മാത്രമാണ് അവർ അത്ര സൈലന്റ് എന്നുള്ളത്. സോ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫ്രീഡം ആയിരിക്കാം കാരണം. This is one of the features that usually fascinates the visitors most when they see a Montessori school for the first time. നിങ്ങൾ അവസരം കിട്ടുകയാണെങ്കിൽ മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കേട്ടാ, നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ മന്നത്ത് ഇസ്ലാമിക് സ്കൂള് മോണ്ടിസോറി സ്കൂളാണ്, അവിടെ വിസിറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ള മോണ്ടിസോറി സ്കൂളാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നല്ലതായിരിക്കും നിങ്ങളുടെ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. അവിടെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല, സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് മനസ്സിലാവും. ദിസ് ഡിസിപ്ലിൻ ഈസ് കംപ്ലീറ്റ് ദ ആബ്സെൻസ് ഓഫ് ഡിസ്ട്രസ്
or for quite a long period of time does not affect it. ഒരുപാട് നേരത്തേക്ക് ആ ഒരു എന്താ പറയുക ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ കുട്ടികളെല്ലാവരും നല്ല ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ടായിരിക്കും കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും ഡിസിപ്ലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമാണ് അവർ കാണുന്ന ഈ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം അവർ നല്ല രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തതിലൂടെയാണ് കുട്ടികൾ ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. സോ ദ ഡിസിപ്ലിൻ ഈസ് ദ വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ചില ഡാഷ് ഈസ് ദ വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങള് കറക്റ്റ് ആയിട്ട് അത് എഴുതണം. ഡിസിപ്ലിൻ ആണ് നമ്മളുടെ എന്താ പറയാ ലിബർട്ടിയുടെ, നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഒക്കെ വായിച്ചു നോക്കി. ഇൻ ദ ക്ലാസ് ഓഫ് എ നോർമലൈസ്ഡ് ചൈൽഡും സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനും. ഓക്കെ, റീഡ് ചെയ്തോ? ഓക്കെ, നമ്മള് കോൺസെൻട്രേഷൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ? കോൺസെൻട്രേഷൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ ആ കുട്ടിയെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ ആ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആവുമ്പോൾ അവന് മനസ്സിലൊരു എന്താണ്, ഒരു സന്തോഷം വരും അല്ലെ? ഹാപ്പിനെസ്, അതാണ് ജോയ്. സപ്പോസ് നിങ്ങളെല്ലാവരും ചിലപ്പോ പാതിയിലെ പഠനമൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ ഇനി പഠിക്കണ്ട, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കരിയറിൽ തന്നെ വലിയൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത് അല്ലെ? ഈ ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ആ സ്കൂളിൽ തന്നെ പ്ലേസ്ഡ് ഒക്കെ ആവും ചില കുട്ടികള്. അതല്ല, നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്ത് ചിലപ്പോ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അപ്പൊ പഠിപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ ഇത്രയും നാള് അഫേർട്ട് എടുത്ത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമും റെക്കോർഡും വൈവിയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? ആ സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു തൃപ്തി ഉണ്ടല്ലോ. ഈ കോൺവെക്കേഷൻ സെറമണി ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, അതാണ് ഈ ജോയ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്കും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് ജോയ്. നമ്മളുടെ വർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നീഡ്സില്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, നമ്മൾ ആരാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു അതായിത്തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ദാറ്റ്സ് ജോയ്. അതേപോലെ തന്നെയായിരിക്കും കുട്ടികൾക്ക് ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആഹ്ലാദം എന്ന് പറയുന്നത്. This joy which shine in the children's face, surely in their whole attitude, in some things more than a pleasure or the happiness of being entertained. അവർക്ക് കിട്ടുന്ന പ്ലഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അവർക്ക് എന്താ പറയാ കൂടുതൽ എന്താ പറയാ ഭയങ്കരമായിട്ടൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. Like the concentration referred above, it is a deep and a cryptic emotion. അതൊരു ഡീപ്പായിട്ടുള്ള ക്രിറ്റിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കും. എനിക്ക് ആദ്യം ബൈനോമിയൽ ക്യൂബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോ? കണ്ടിരുന്നോ ബൈനോമിയൽ ക്യൂബ്? ആ ബൈനോമിയൽ ക്യൂബ് ചെയ്യുമ്പോ ആദ്യം എനിക്ക് തെറ്റിപ്പോയിരുന്നു, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. കറക്റ്റ് എന്ന് വെച്ചാൽ ചെയ്യുമ്പോ ഇടയ്ക്ക് തെറ്റിപ്പോവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. ബൈനോമിയൽ ക്യൂബാണ് ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. റിപ്പീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. നിങ്ങൾക്കായാലും ആ ഒരു ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ ഈ ജോയ് എന്ന് പറയുന്നത്.
അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹാപ്പിനെസ് ആണ്. നമ്മുടെ ഉള്ളിൽ നിന്നായിട്ട് വരുന്ന ഒരു ഇമോഷൻ ആണ് ഈ ജോയ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ഫാക്ട് ദാറ്റ് joy that natural always grand as the accomplishment to the right use of the faculties. നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും റൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് വളരെ വലുതാണ്. ഇറ്റ് ഇസ് ദ ജോയ് വിച്ച് കംസ് വിത്ത് ആക്ടിങ് ഇൻ ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് അവർ നേച്ചർ. നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ഒബീഡിയന്റ് ആയിട്ട് മാറുന്നു. അതിലൂടെ കുട്ടികൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആഹ്ലാദം ഉണ്ട്. അതാണ് നമ്മുടെ ജോയ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലൈസ്ഡ് കുട്ടികളുടെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ജോയ്. അവർക്ക് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം, ഒരു എന്താ പറയാ ഡീപ്പ് ആൻഡ് ക്രിറ്റിക് ഇമോഷൻ അവർക്ക് വരും, ഒരു ഹാപ്പിനെസ് കിട്ടും. ഇതാണ് എന്താണ് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞു ലവ് ഓഫ് ഓർഡർ മുതൽ ജോയ് വരെ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ റീഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മറന്നു പോകില്ല. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നോർമലൈസേഷൻ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ എല്ലാവരും ഈ 2 പോയിന്റ് ഏതാണ് ജോയ് ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ജോയ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പോർഷൻ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം. നോർമലൈസേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് വരണം. എന്നിട്ട് ചോദിക്കണം ഡൗട്ട്. ഓക്കെ മാം, ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞില്ല, അതിൽ ഞാനൊരു റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചോട്ടെ? ബെസ്റ്റ് യൂസ് ഓഫ് വേസ്റ്റ് ആണോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഇത് A4 ഷീറ്റ് ആണ്, കളർ A4 ഷീറ്റ് ആണോ? ഓക്കെ മാം. പിന്നെ ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ ഒരു ലോട്ടസിന്റെ അടിയിലൊരു ലീഫും കൂടി വരണം, ലോട്ടസിന്റെ ഒരു. ഓക്കെ മാം, അത്രേ ഉള്ളൂ. താങ്ക് യു മാം. ഞാനും ചെയ്തിട്ടുണ്ട് പിസ്താഷ്യല് വെച്ചിട്ട്. ആണോ? ചെയ്യട്ടെ. ഫ്ലവർ വേസ് അല്ലേ? പിസ്താഷ്യല് വെച്ചിട്ട്. താങ്ക് യു. താങ്ക് യു മാം. മാം ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ സഞ്ജന, ചെയ്യാട്ടാ. ചെറിയൊരു ബൊക്കെ പോലെ പിസ്താഷ്യലിന്റെ. പിസ്താഷ്യലിന്റെ തന്നെയാണ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ? ഉള്ള കഴിവൊക്കെ വരുന്നത്. ബാക്കിയുള്ളവർ നോക്കാട്ടെ, ചെയ്യാട്ടോ. ഓക്കെ, ലവ്ലി സ്ട്രിക്റ്റ് ആയിട്ടൊന്നല്ല പറയണേ. ലവ്ലിക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. എന്നിട്ട് മാറിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് നോക്കാം. നമ്മളുടെ മൈക്ക് ഓൺ ആയില്ല, അതുകൊണ്ടാണ്. ഓക്കെ മാം, ഞാൻ കുഴപ്പമില്ല. നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവും. സോ അത് നമ്മള് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. ചില കുട്ടികൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യും. പക്ഷെ ഫ്ലവർ അതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ ആണെന്ന് പോലും തോന്നില്ല, അത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്യും. നമ്മളുടെ ചുറ്റുപാട് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ,
താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ശ്രുതി മാത്രമേ ഉള്ളൂ സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ പറയാൻ. ആരെങ്കിലും ഒരാളോട് പറ. ഞാൻ പറയാം മാം. ഓക്കേടാ. Good morning everyone. I am Rehana and it's my pleasure to deliver this sign out for today's class. I just wanted to thank you ma'am for your class. Thank you. Have a good day. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.